ചെന്നൈയിലെ കോയമ്പേട് മാർക്കറ്റ് 295 ഏക്കറിൽ പരന്നു കിടക്കുന്ന അത്ഭുതം. ഏഷ്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റായ കോയമ്പേട് മാർക്കറ്റിന് 3 ബ്ലോക്കുകളാണുള്ളത്. ഒന്ന് പൂക്കൾക്ക് വേണ്ടിയുള്ളത്, ഒന്ന് ഫ്രൂട്ട്സിന് വേണ്ടിയുള്ളത്, ഒന്ന് വെജിറ്റബിളിന് വേണ്ടിയുള്ളത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രൂട്ട്സിന് വേണ്ടിയുള്ള മാർക്കറ്റിലെ കാഴ്ചകളാണ്. എൻ്റെ ഇത്രയും നാളത്തെ ജീവിതത്തിൽ ഇന്നും വരെ ഇത്രത്തോളം വാഴക്കുലകൾ ഞാൻ ഒരുമിച്ച് കണ്ടിട്ടില്ല. അത്ഭുത കാഴ്ച, അതിശയിച്ചു പോകും നമ്മൾ. നിത്യവും 100 കണക്കിന് ട്രക്കുകളിലാണ് ഇവിടെ വാഴക്കുലകൾ എത്തുക. അതിവിശാലമായ മാർക്കറ്റാണ്. 295 ഏക്കർ, 3100 കടകൾ, അതിൽ 1000 കടകൾ ഹോൾസെയിൽ കടകളാണ്. നോക്കുക എത്രത്തോളം വാഴക്കുലകളാണ്. നമ്മൾ കാണുന്ന ഒരു ഹോൾസെയിൽ കടയുടെ മുൻവശത്ത് അടുക്കി വെച്ചിരിക്കുന്ന വാഴക്കുലകളാണ്. അതിൻ്റെ ഉള്ളിലേക്കുള്ള ഗോഡൗണുകളിൽ ധാരാളം വാഴക്കുലകൾ. രാത്രിയിൽ 3 മണിക്കാണ് കോയമ്പേട് മാർക്കറ്റ് വരിക. പിന്നെ രാത്രിയിൽ 11 മണി വരെ തുടരും. എൻ്റെ അറിവിൽ തമിഴ്നാട്ടിലെ പൊള്ളാച്ചി ഭാഗത്താണ് വാഴക്കുലകൾ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. 100 കണക്കിന് ട്രക്കുകൾ വാഴക്കുലകളുമായി ഈ മാർക്കറ്റിൽ. കോയമ്പേട് മാർക്കറ്റിന് അവധി ദിവസങ്ങളൊന്നുമില്ല. 365 ദിവസവും മാർക്കറ്റിന്റെ വർക്കിംഗ് ഡേ ആണ്. ഇത് ഒരു ഷോപ്പിന്റെ ഉൾഭാഗമാണ്. ഒരു ഹോൾസെയിൽ കടയുടെ അകത്തുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഓരോ ഷോപ്പിന്റെയും ഉള്ളറകളിലൊക്കെ ഇതേപോലെ വാഴക്കുലകൾ അടുക്കി വെച്ചിരിക്കുകയാണ്. രാത്രിയിൽ വന്ന വാഴക്കുലകൾ അടുക്കി വെച്ചിരിക്കുന്ന പ്രഭാതത്തിലെ കാഴ്ചകളാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ന് വൈകുന്നേരം ആവുന്നതിന് മുമ്പ് ഈ കുലകളൊക്കെ ഇവിടുന്ന് പോകും. പലതരത്തിലുള്ള കായകളാണ്. ശരിക്കും കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോവാം. ഇത്രത്തോളം ഷോപ്പുകളും ഇതേപോലെ ധാരാളം. ഇതേപോലെ കാളാമുട്ടത്തിൽ ഇങ്ങനെ ആ തോല് മാറ്റിയിട്ട് നമ്പർ എഴുതി വെക്കും. അങ്ങനെയാണ് ഈ കുലകളെയൊക്കെ തിരിച്ചറിയുക. ഇത് കാളാമുട്ടത്തിൽ നിന്ന് വാഴയ്ക്ക പ്രത്യേകമായി പിന്നെ അടർത്തിയെടുത്ത് പെട്ടികളിൽ നിറച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഷോപ്പുകളിലേക്കൊക്കെ ഇങ്ങനെയാ പോവുക. അതിൽ നിന്ന് മോശമായ കായകളൊക്കെ പറിച്ചു മാറ്റിയിട്ടാണ് അതിനെ അടുക്കുക. പച്ചക്കായ ഇങ്ങനെ പെട്ടികളിലാക്കി പോവുകയാണ്. വളരെ ദൂരെയുള്ള ഇടങ്ങളിലേക്ക് പോകുന്നതായിരിക്കാം.
ട്രക്കുകളിൽ വരുന്ന ലോഡുകളൊക്കെ ഇറക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ തന്നെ വാഴക്കുലകൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഒരു ദിവസം കോയമ്പേട് മാർക്കറ്റിലെ ഇതേപോലെയുള്ള ഇലകളും തണ്ടും ഒക്കെ ആയിട്ടുള്ള വെജിറ്റബിൾസിന്റെ എല്ലാം വേസ്റ്റ് 30 ടൺ വരും. അപ്പൊ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കണം, 30 ടൺ വേസ്റ്റേജ് മാത്രം വരുന്നുണ്ടെങ്കിൽ അവിടെ എത്രത്തോളം സാധനങ്ങൾ, 1600-ലധികം ട്രക്കുകൾ നിത്യവും ഈ മാർക്കറ്റിലെത്തും സാധനങ്ങളുമായി. ഇവിടെ തന്നെ നോക്കുക, ഈ വാഴക്കൊലകൾ വന്നിറങ്ങുന്നിടത്ത ഇല, അതേപോലെ കാളാമുണ്ടം, അങ്ങനെയുള്ള ഒരുപാട് വേസ്റ്റേജ് ഉണ്ട്. ഈ 30 ടൺ വേസ്റ്റ് എടുത്ത് കളയുകയല്ല, അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റ് പോലും ഇവിടെ ഉണ്ട്. ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കോയമ്പേട് മാർക്കറ്റിലുള്ളത്. തീർച്ചയായും ചെന്നൈയിൽ എവിടെങ്കിലുമുള്ള ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചെന്നൈയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോയമ്പേട് മാർക്കറ്റ് ഒരിക്കലെങ്കിലും പോയി കാണണം. വളരെ നമ്മൾക്ക് അത്ഭുതം ഉണ്ടാക്കുന്ന കാഴ്ചകളാണ്. നമുക്ക് ഒരു വണ്ടി നിറയെ വാഴക്കൊലകളാണ്. അതേപോലെ എത്രയോ വണ്ടി, 100 കണക്കിന് വണ്ടികൾ ദിവസവും. ട്രക്കുകളിൽ വരുന്നു, ഇറക്കി വെക്കുന്നു, തരം തിരിക്കുന്നു, അതിനപ്പുറത്ത് ലേലം വിളിക്കുന്നു, അടുത്ത വണ്ടിയിലേക്ക് അതിനെ ലോഡ് ചെയ്യുന്നു, ഇവിടെ കൊണ്ട് പോകും. അങ്ങനെയാണ് ഇവിടുത്തെ ക്രമം. ലോഡുമായി വന്ന വണ്ടികളിൽ നിന്ന് ഇറക്കി വെച്ചിരിക്കുന്ന വാഴക്കുലകളാണ് നമ്മൾ കാണുന്നത്. ഒരു മൈതാനം പോലെയുള്ള സ്ഥലം. എത്ര വാഴക്കൊലകളാണ്! ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. വാഴക്കൊല ഇറക്കാന്, അത് കഴിഞ്ഞ് അത് ലേലം വിളിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു വണ്ടിയിലേക്ക് ലോഡ് ചെയ്യാനൊക്കെ കയറ്റി അയക്കാനൊക്കെ. ശരിക്കും മാർക്കറ്റിൽ ഓരോ തരത്തിലുള്ള, ഇപ്പൊ വാഴക്കൊല, പൂക്കള്, അതേപോലെ തന്നെ വെജിറ്റബിൾസ്, ഇത് കണ്ടു തീർക്കാൻ തന്നെ പാടാണ്. ഷൂട്ട് ചെയ്യുന്ന പിന്നത്തെ കാര്യം നോക്കുക, ചുവന്ന പൂവൻ, എന്തുമാത്രം കൊലകളാണ്. ശരിക്കും ഈ മാർക്കറ്റിൽ ഈ വാഴക്കുലകളുടെ ഈ കൂട്ടം ശരിക്കും വാഴക്കുലകളുടെ സമ്മേളനം പോലെയാണ് എനിക്ക് തോന്നിയത്. അതിനെ കണ്ടിങ്ങനെ നിൽക്കുമ്പോൾ ശരിക്കും ഷൂട്ട് ചെയ്യാനല്ല തോന്നിയത്. അതിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ കുറേ നേരം നിൽക്കാൻ, ഇങ്ങനെ നിൽക്കുകയും ചെയ്തു. അതാണ് സത്യം. ഇവിടെ കൊലകൾ ഇറക്കി വെച്ച് ലേലം ചെയ്യുന്ന സ്ഥലമാണ്. ഇത് അധിക നേരമൊന്നും ഈ മാർക്കറ്റിൽ ഈ കൊലകൾ വന്നിരിക്കില്ല. അത് അൺലോഡ് ചെയ്ത് നിർത്തി വെച്ച്
ഓരോരോ വിഭാഗങ്ങളായി തരംതിരിച്ച് നിരത്തി വെച്ച് കഴിഞ്ഞാൽ ഉടനെ എൻ്റെ ലേലം വിളി ആരംഭിക്കുന്നു. അതിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്ത് ഉടനെ തന്നെ അടുത്ത ട്രക്കിലേക്ക് അത് ലോഡ് ചെയ്ത് ചെന്നൈയുടെ പല ഭാഗത്തേക്കും, ചെന്നൈയുടെ തമിഴ്നാടിൻ്റെ പല ജില്ലകളിലേക്കും അതുപോലെ തമിഴ്നാടിന് വെളിയുള്ള കേരളത്തിലേക്കടക്കം വാഴക്കുലകളൊക്കെ പോകുന്നതാണ് ഈ മാർക്കറ്റ്. എവിടെ നോക്കിയാലും വാഴക്കുലകൾ. ഫ്രൂട്ട്സ് മാർക്കറ്റിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ താരം ഈ വാഴക്കുലകളാണ്. ഹോൾസെയിൽ കടകളും റീറ്റെയിൽ കടകളും ഉണ്ട്, ധാരാളം ഷോപ്പുകൾ. നാട്ടിൽ എത്താൻ പറ്റില്ല അത്രത്തോളം ഷോപ്പുകൾ. അതേപോലെ 1 ഇഞ്ച് സ്ഥലം പോലും ബാക്കി വിടാതാണ് എല്ലാ ഭാഗത്തും ഈ വാഴക്കുലകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. ഫ്രൂട്ട്സ് മാർക്കറ്റിന്റെ ഒരു വിഭവം മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്, വാഴക്കുലകൾ. ഇതേപോലെ ഫ്രൂട്ട്സിന്റെ മാർക്കറ്റുണ്ട്. മാർക്കറ്റിനെ കുറിച്ചുള്ള വീഡിയോ ഇതിന് പിന്നാലെ വരും. ഇത് കഴിഞ്ഞ് വെജിറ്റബിളിന്റെ വിശാലമായ ഷോപ്പുകൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ് കോയമ്പേട് മാർക്കറ്റ്. പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ ചാനൽ ഒന്ന് പരിചയപ്പെടണം. ഇതേപോലെയുള്ള വ്യത്യസ്തമായ കാഴ്ചകളുമായി നിങ്ങൾക്കരികിലേക്ക് സ്ഥിരമായി എത്തിക്കൊണ്ടിരിക്കും. അതേപോലെ നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്തേ, വണക്കം.